അസ്സലാമലൈക്കും. ഇന്നലെയും മിഞ്ഞാന്നൊന്നും വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല മക്കളെ. ആ ഒരു വീഡിയോയോട് കൂടെ പോയോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും എല്ലാവരും. പൊയ്ക്കല്ല, വിരുന്നുകാരും പോലെ വരവും പോക്കും ആ 2 ദിവസം പെരുന്നാളിൻ്റെ തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ചെയ്യാമെന്ന് എഴുതിയപ്പോൾ ഇന്ന് കുറച്ച് ആൾക്കാർ തുന്നാൻ കൊടുക്കണം. അപ്പം ഇനിയിപ്പോൾ അത് ഇന്ന് ചെയ്ത് കൊടുക്കണം. ഓൽക്കൊക്കെ എന്താ കല്യാണ പരിപാടിയാണ്, പെരുന്നാൾ തുന്നലൊന്നും അല്ലട്ടില്ലേ ഇത്. കല്യാണ പരിപാടി, പിന്നെ കുറച്ച് പണിക്കോണ പെൺകുട്ടികളെ ചുരിദാറിൻ്റെയൊക്കെ പരിപാടിയാണ്. അപ്പോൾ നമ്മളെ ജീവിതമാർഗവുമാണല്ലോ നോക്കുക, അല്ലാതെ വീഡിയോ മാത്രം നോക്കിയാൽ പോരല്ലോ. ഞാൻ വീഡിയോ തുടങ്ങിയിരിക്കുന്നത് ഇൻഷാ അല്ലാഹ് എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഇന്ന് തന്നെ നാളെ തന്നെ റീച്ചായി മറ്റന്നാൾ തന്നെ പൈസ വാങ്ങി അതിൻ്റെ വ്യത്യാസം എനിക്ക് അരി വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ വീഡിയോയിൽ വന്നിട്ടില്ല, വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടില്ല. എന്നാ വേണ്ടേന്ന് ചോദിച്ചു, നിങ്ങൾ വേണം കിട്ടിയ വേണ്ടാന്ന് പറയുമോ നിങ്ങൾ ചോദിക്കും, അതും പറയില്ല, വേണം. പക്ഷെ അതിന് വേണ്ടി ഞാൻ കടന്ന് ചാവൂല. അതിന് വേണ്ടി ഞാൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടോ എനിക്കറിയാത്ത സത്യം ശരിയാണെന്ന് പറഞ്ഞിട്ടോ ഞാൻ ചെയ്യൂല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, റംസാൻ്റെ മുമ്പേയാണ് തോന്നുന്നത്, അതോ റംസാനിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് എൻ്റെ തുണക്കാർ എന്നോട് പറഞ്ഞു, യൂട്യൂബിൽ നിന്ന് കിട്ടിയ തുണക്കാരാട്ടോ, ഓല് പറഞ്ഞു റംസാനിൽ 30 ദിവസങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ പോകാൻ സാധ്യത ഉണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു സംശയം ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചില്ല, അതിൻ്റെ പടച്ചറബ് അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ പറയാൻ കാരണം എന്താണെന്നറിയോ, റംസാനിൽ എന്ത് വീഡിയോ ഇപ്പം ഞാൻ ഇടുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതിന് നല്ലതിന് തോന്നിയതോ തെറ്റിന് തോന്നിയോ എനിക്കറിയില്ല, ഒരു വീഡിയോ ഞാൻ ഇട്ടു. ആ വീഡിയോ 71,000 ചില്ലറ ആൾക്കാർ കണ്ടു. അതിൽ മാത്രം എനിക്ക് 780 സബ്സ്ക്രൈബേഴ്സ്, അതന്നെ എനിക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. അത്ര സബ്സ്ക്രൈബേഴ്സും കൂടിക്കണം അതിൽ. അപ്പം നമ്മൾ എവിടെ പോയി നിന്നാലും എവിടെ പോയാലും എന്ത് ചെയ്താലും നമ്മൾ ചെയ്യുന്ന പണികൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ പടച്ചോനി നമുക്കൊരു റിസ്കിനെ കണക്കാക്കിയിട്ടുണ്ടാവും. നമുക്ക് കണക്കാക്കിയത് നമുക്ക് മാത്രമേ തരുള്ളൂ, വേറെ ആർക്കും കൊടുക്കില്ല. അതിനി ദുരിതമാണെങ്കിലും ശരി, സന്തോഷമാണെങ്കിലും ശരി. അപ്പം അങ്ങനെ ഞാൻ പറയാം, റംസാനിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാവുമെന്ന് പറഞ്ഞത് ഒരൊറ്റ വീഡിയോ തന്നെ ഇത്രയധികം കയറിയെന്ന് പറയുന്നത്. കാരണം അത് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന സബ്സ്ക്രൈബേഴ്സ് എത്രയെന്നറിയോ, 900 സംതിങ് ഉണ്ടാകുന്നുള്ളൂ. ഇപ്പം എത്രയാണെന്നറിയോ നിങ്ങൾ, 1700 ചില്ലറ. അപ്പോൾ ഒരു 800 സബ്സ്ക്രൈബേഴ്സ് കൂടി 71,000 ചില്ലറ ജനങ്ങൾ ആ വീഡിയോ ഏറ്റെടുത്തു. 311 കമൻ്റ് ഉണ്ട്. ആ കമൻറ്റുകളൊക്കെ കുറേ ഞാൻ വായിച്ചു കേട്ടോ. കമൻറ്റുകളിൽ 311 കമൻറ്റേറ്റ് ഉണ്ട്. അതിൽ 300 ചില്ലറ ഉണ്ട് എന്താണെങ്കിലും. അതിൽ വെറും 10ഓ 15ഓ കമൻറ്റ് മാത്രമാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റ്. അതായത് നിങ്ങൾക്ക് സത്യം അറിയില്ല, ഞങ്ങൾക്ക് സത്യം അറിയും, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നത് എന്നൊക്കെയാണ് ഓലെ ചോദ്യം. അപ്പം ഞാൻ ഇപ്പോൾ ഇതിൽ ഞാനത് പറഞ്ഞാൽ ചിലപ്പം കമൻറ്റിൻ്റെ മറുപടിയായി പോകും. അതുകൊണ്ട് ഞാൻ ഇതിൽ പറയുന്നില്ല. അതിനായിട്ട് ഒരു 3 ദിവസത്തെ വീഡിയോ ഞാൻ ചെയ്യേണ്ടി വരും, എന്നാലേ ഇപ്പം എനിക്ക് കമൻറ്റിൻ്റെ മറുപടി ഫുള്ളാകുള്ളൂ. കാരണം ഞമ്മക്കറിയുന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞമ്മക്കറിയാത്തത് നമ്മളെങ്ങനെ പറയുക. എൻ്റെ അയലോക്കത്തെ ഒരു 2 കൂട്ടർ ഒന്ന് വക്കാൻ നിൽക്കണുണ്ടെങ്കിൽ ഞാൻ അതിൽ പോയി ആർക്കാ സപ്പോർട്ട് ചെയ്യുക? അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞാലല്ലേ നമുക്ക് ആർക്ക് സപ്പോർട്ട് ചെയ്യണം, ആരാ തെറ്റുകാർ ആരാ ശരിക്കാരെന്ന് നമുക്കറിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം? അപ്പം നമ്മളറിയാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നാളെ നമുക്ക് തന്നെ മെനയായി മാറൂലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പോയിട്ടില്ല, എനിക്കറിയൂല, അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞത്. നമുക്കറിയാത്തൊരു കാര്യം, എനിക്കറിയാത്തൊരു കാര്യം ഞാൻ പറയില്ല.
അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ എല്ലാ സത്യാവസ്ഥയും എനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയില്ല. അതിനി എന്ത് തന്നെ ആയാലും. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പെരുന്നാളൊക്കെ എല്ലാവരും സുഖമായിട്ട് ആഘോഷിച്ചില്ലേ? നമ്മൾ ടൂർ ഇതിനൊന്നും പോയിട്ടില്ല കേട്ടോ, എവിടെയും പോയിട്ടില്ല. നമ്മൾ ഇവിടെ തന്നെ ഇരുന്നു. വിരുന്നുകാർ വന്നു 2 ദിവസം ഓല തിരക്കും ബഹളം ഉണ്ടാകുന്നു. 2 ദിവസം കഴിഞ്ഞ് ഓലാണ്ട് പോയി. അതാ വന്നു ഇതാ പോയി എന്ന് പറഞ്ഞാൽ മതി. ഒരു പോയി. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ചെറിയ വീഡിയോ, 1 മിനിറ്റ് 1.5 മിനിറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഈ തുന്നലൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് വെച്ചാൽ തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ഇടാം. അല്ലെങ്കിൽ എല്ലാവരും വിചാരിച്ചു താത്ത ആ വീഡിയോ ഇട്ടിട്ട് അതോടുകൂടി പോയോന്ന്. പോയിട്ടില്ല അച്ഛൻ, നേരലായിട്ടാണ്. ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. കമൻറ്റിനൊക്കെ ഉള്ള മറുപടി ആയിട്ട് ഒരു വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോഴപ്പോൾ ഈ തുന്നൽ നമ്മളെ ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ പറ്റൂലല്ലേ? നമ്മളൊക്കെ അധ്വാനിച്ച് ജീവിച്ചിരുന്നവരല്ലേ? നമ്മളെ തൊഴിൽ മുടക്കിയിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. എന്തോ ഒരു മെനപ്പതിന് പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതിനൊക്കെ ഉള്ള മറുപടി ആയിട്ട് ഞാൻ കമൻറ്റിനൊക്കെ ഉള്ള മറുപടി ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുക. പക്ഷേ ആ കമൻറ്റിനുള്ള മറുപടി മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്താൽ 3 ദിവസം ഞാൻ കുത്തിരുന്ന് വീഡിയോ ചെയ്യേണ്ടി വരും. എന്നാലേ ആ കമൻറ്റിന് ഫുള്ളായിട്ടുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കണു, ഞങ്ങൾക്കെല്ലാം അറിയാം, അണക്കെന്താ അറിയാം എന്ന് ചോദിച്ചിരിക്കണു. നിങ്ങൾക്ക് അറിയണോണ്ട് നിങ്ങൾ പറയണു, നിങ്ങൾക്കത് തീർത്ത് അറിയുന്നുള്ളത് കൊണ്ടാണ് നിങ്ങളത് പറയണത്. പക്ഷെ എനിക്കറിയില്ല, അറിയാത്ത ഞാൻ എങ്ങനെ അഭിപ്രായം പറയാം? ആർക്ക് വേണ്ടി അറിയാത്തൊരു കാര്യം അറിയുമെന്ന് പറയാൻ ഞാൻ ആളല്ല. ഒരാളെ കുത്തി നോവിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ പരിഹസിച്ചിട്ടോ വീഡിയോ ചെയ്യാനും ഞാനില്ല. പിന്നെ ആ വീഡിയോ എന്തിനു ചെയ്തെന്ന് ചോദിക്കും. കുറ്റം പറയുന്നത് കേട്ടതുകൊണ്ട് പറഞ്ഞു. കാരണം നമുക്കൊരു മനുഷ്യനെ പരിഹസിക്കുന്നതിനും പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മളെ ഉമ്മാനും ബാപ്പാനും തറവാടും ഇതൊക്കെ ഒരു മനുഷ്യന്മാർ നിന്ന് തെറ്റ് ചെയ്തിട്ടാണെങ്കിലും വിളിച്ച് പറഞ്ഞാൽ നമുക്ക് പൊറുക്കുമോ? കബർ കിടക്കണം ഉമ്മയും ബാപ്പയൊക്കെ അല്ലേ. ആ മനുഷ്യന്മാർക്ക് എത്രത്തോളം വേദന ഉണ്ടാവും. ആരുമാവട്ടെ, നമ്മളോട് അങ്ങനെയൊന്നും നമ്മളെ മതം പഠിപ്പിച്ചിട്ടില്ല. ഒരാളെ ഉമ്മാക്കും ബാപ്പാക്കും വിളിച്ചാനും പച്ചക്ക് അനാവശ്യം പറയാനും പറയുന്നില്ലേക്കും പറയുന്നുണ്ട്. അത് അവരെ സംസ്കാരം. പറയുന്നുണ്ടെങ്കിൽ പറയുന്നവരെ സംസ്കാരം അതായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഇയ്യ് പറയൂലേന്ന് എന്നോട് ചിലപ്പോൾ തിരിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്രത്തോളമായാൽ ഞാൻ പറയും, അല്ലാച്ചെങ്കിൽ ഞാൻ പറയില്ല. അത്രത്തോളം ആവണം, എന്നാലേ ഞാൻ പറയുള്ളൂ. അപ്പോൾ പിന്നെ എനിക്കും നിയന്ത്രണം വിട്ടുപോകും. കാരണം മനുഷ്യന്മാരല്ലേ, പ്രതികരണശേഷി ചത്തോരാകണം, അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്താണെന്നുള്ളത്, ഈ 15 ആൾക്കാർക്കല്ലാതെ 71,000 ചില്ലറ ആൾ കണ്ടതിൽ ഞാൻ പറഞ്ഞില്ലേ 15 കമൻറ്റ് 16 കമൻറ്റ് ഇട്ടുള്ളൂ. അങ്ങനെ ഉള്ളൂ. കാരണം അണക്കെന്തറിയും? ഇജാരാണ്, ഇജെന്തിനാ വന്നിക്കണ്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേന്ന് കരുതിയിട്ട് ഞാൻ ഇടുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ആ വീഡിയോയോട് കൂടെ താത്ത അങ്ങനെ മുങ്ങിപ്പോയോ എന്ന് കരുതും. ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ അറിയിച്ചണല്ലോ. കുറേ ആൾക്കാരിൻ്റെ സബ്സ്ക്രൈബേഴ്സുകളുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഓൽക്കൊക്കെ 2-3 പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ട് എന്താ വീഡിയോ ഇല്ലേ എന്ന് ചോദിച്ചിരുന്നു, വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ തുന്നാനുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തതെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട് എന്ന് പറഞ്ഞാൽ അപ്പം എന്നാൽ അങ്ങനെ ഒരു വീഡിയോ ആകട്ടെ എന്ന് കരുതി. അപ്പോൾ ഏതായാലും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും നമുക്കെല്ലാവർക്കും ഈമാനും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മാത്രമല്ല നമ്മളെ സമൂഹത്തെയും നമ്മളെയും ഒരേടാകുടത്തിലും കൊണ്ടുപോയി ചാടിച്ചാതെ റബ്ബ് കാത്ത് രക്ഷിക്കുമാറാവട്ടെ.
ഒരുപാട് ദുആ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇതിൽ ചെയ്യാൻ പറ്റൂലല്ലോ അങ്ങനെ. അതിനും ചിലപ്പോൾ കമൻറ്റുകൾ വന്നേക്കാം. അപ്പോൾ നിർത്തണു. അസ്സലാമലൈക്കും. മിക്കവാറും ഒന്ന് ചെയ്തിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ നാളെ എന്താണെങ്കിലും ഞാൻ ഹയാത്തിലുണ്ടെങ്കിൽ വീഡിയോ ഇടും. എല്ലാവർക്കും അസ്സലാമലൈക്കും. ഞാൻ ചെയ്ത വീഡിയോകളിലോ ഞാൻ പറയുന്ന വാക്കുകളിലോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലോ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിലോ സോറി. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ മറ്റേ വീഡിയോയിൽ ഞാനത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല തോന്നുന്നു. ഞാൻ ആ വീഡിയോ ഇന്നൊന്ന് എടുത്ത് നോക്കി രാവിലെ. പക്ഷേ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, പക്ഷേ അതിൽ പറഞ്ഞില്ല തോന്നുന്നു. ഏതായാലും അസ്സലാമലൈക്കും. അടുത്ത വീഡിയോ കാണാം.